പുതിയ അധ്യയന വർഷത്തെ ക്ലാസുകൾ 90+ മൈ ട്യൂഷൻ ആപ്പിൽ ആരംഭിച്ചിരിക്കുന്നു. നമസ്കാരം, ഞാൻ ഉമേഷ് ശിവരാമൻ. ഹണ്ടൻ ന്യൂസ് ആരംഭിക്കുന്നു. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ആരാധനാലയങ്ങൾ തുറക്കുന്നത് വൈകിയേക്കില്ല. വിശ്വാസികളുടെ ആവശ്യം പരിഗണിക്കണമെന്ന് സർക്കാരിനോട് CPIM. ഒരാഴ്ചത്തെ സാഹചര്യം കൂടി പരിഗണിച്ച് തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രി. മദ്യശാലകൾ തുറക്കുകയും ആരാധനാലയങ്ങൾ അടച്ചിടുകയും ചെയ്യുന്നതിന്റെ യുക്തി സർക്കാർ വിശദീകരിക്കണമെന്ന് K. സുധാകരൻ. സംസ്ഥാനത്ത് കോവിഡ് കണക്കുകൾ കുറയുന്നു. ഇന്ന് 11,361 പേർക്ക് കോവിഡ്, 12,147 പേർക്ക് രോഗമുക്തി, 90 മരണം. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10.22%. ഉയർന്ന TPR മലപ്പുറത്ത്. ജാഗ്രത തുടരണമെന്ന് മുഖ്യമന്ത്രി. K. സുധാകരനും മുഖ്യമന്ത്രിയും നേർക്കുനേർ. തന്റെ മക്കളെ തട്ടിക്കൊണ്ടുപോകാൻ K. സുധാകരൻ പദ്ധതിയിട്ടെന്ന് കോൺഗ്രസ് നേതാവ് വെളിപ്പെടുത്തിയെന്ന് പിണറായി വിജയൻ. ബ്രണ്ണൻ കോളേജിൽ വെച്ച് തന്നെ തല്ലിയെന്ന വാദം പൊങ്ങച്ചം. K. സുധാകരൻ അസത്യം പ്രചരിപ്പിക്കുന്നുവെന്ന് AK ബാലൻ. K. സുധാകരൻ പിണറായി വിജയനെ ചവിട്ടി വീഴ്ത്തിയ സംഭവം അറിയില്ലെന്ന് മമ്പറം ദിവാകരൻ. മുഖ്യമന്ത്രിക്ക് മറുപടി നാളെയെന്ന് K. സുധാകരൻ. വിവാദ മരം മുറിക്കലിൽ കർഷകർക്കൊപ്പമെന്ന് CPIM. വിശദമായ ചർച്ച അന്വേഷണ റിപ്പോർട്ടിന് ശേഷം മാത്രം. LDF യോഗം തിങ്കളാഴ്ച ചേരും. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് ബുധനാഴ്ച. പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം തുടരുന്നു. സംസ്ഥാനത്തെ മരം മുറിക്കലിൽ നിയമോപദേശം തേടി BJP. മുതിർന്ന അഭിഭാഷകരുമായി കുമ്മനം രാജശേഖരൻ ചർച്ച നടത്തി. കേസുകളിലെ രേഖകൾ ശേഖരിക്കാൻ അഭിഭാഷക സംഘത്തോട് ആവശ്യപ്പെട്ടു. തുടർ നടപടികൾ കൂടുതൽ ചർച്ചകൾക്ക് ശേഷം. മരം മുറിക്കലിൽ ഏതന്വേഷണവും വരട്ടെ എന്ന് മന്ത്രി K. രാജൻ. ED അന്വേഷിക്കുന്ന കാര്യം ഇതുവരെ ഔപചാരികമായി അറിയിച്ചിട്ടില്ല. സംരക്ഷിത മരങ്ങൾ മുറിക്കാൻ അനുമതിയില്ല. കർഷകരെ ആരെങ്കിലും വഞ്ചിച്ചു എന്ന് പരിശോധിക്കുമെന്നും റവന്യൂ മന്ത്രി. ഇടുക്കിയിൽ മരം മുറിച്ച സ്ഥലങ്ങൾ സന്ദർശിച്ച് ബെന്നി ബെഹനാൻ MPയുടെ നേതൃത്വത്തിലുള്ള സംഘം. അടിമാലി, മൂന്നാർ എന്നിവിടങ്ങളിലാണ് സന്ദർശനം. ഡീൻ കുര്യാക്കോസ്, ഫ്രാൻസിസ് ജോർജ്, ഇബ്രാഹിം കുട്ടിക്കല്ലാർ എന്നിവർ സംഘത്തിൽ. പട്ടാളച്ചിട്ട കോൺഗ്രസിൽ നടപ്പാകില്ലെന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ. വിട്ടുവീഴ്ച മനോഭാവത്തോടെ മാത്രമേ മുന്നോട്ടു പോകാൻ കഴിയൂ. ഒരാൾക്ക് ഒരു പദവി എന്ന നിലപാടിൽ മാറ്റമില്ല. ഗ്രൂപ്പുകളെ തള്ളിപ്പറയുന്നവർ പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കരുതെന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ. രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയിൽ പൂർണ്ണ തൃപ്തനെന്ന് രമേശ് ചെന്നിത്തല. പുതിയ പദവിയിൽ ചർച്ച നടന്നിട്ടില്ല. ഹൈക്കമാൻഡിന്റെ ഏത് തീരുമാനവും അംഗീകരിക്കും. കേരളത്തിൽ തുടരാൻ അനുവദിക്കണമെന്നും ഗ്രൂപ്പ് പ്രാതിനിധ്യം പുനഃസംഘടനയിൽ ഉറപ്പാക്കണമെന്നും ആവശ്യം. കവിയും ഗാനരചയിതാവുമായ S. രമേശൻ നായർ വിടവാങ്ങി. അന്ത്യം. കോവിഡ് ബാധിച്ച് ചികിത്സയിലിരിക്കെ 73 വയസ്സായിരുന്നു. ഓർമ്മയായത് ഭാവുകത്വമാർന്ന രചനകളിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ കവി. ലക്ഷദ്വീപിലെ സന്ദർശനം അവസാനിപ്പിച്ച് അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ ഘോഡ പട്ടേൽ നാളെ മടങ്ങും. രാവിലെ പ്രത്യേക വിമാനത്തിലാണ് മടക്കം. അടിയന്തരമായി ഡൽഹിയിലേക്ക് വിളിപ്പിച്ചെന്ന് സൂചന. ലോക്ഡൌൺ ഇളവ് തുടങ്ങിയ ആദ്യ ദിനം സംസ്ഥാനത്ത് നടന്നത് റെക്കോർഡ് മദ്യവിൽപ്പന. ബെവ്കോ ഔട്ട്ലെറ്റുകളിലൂടെ മാത്രം വിറ്റത് 52 കോടിയുടെ മദ്യം. ഏറ്റവും അധികം മദ്യവിൽപ്പന നടന്നത് പാലക്കാട് തേൻകുറിശ്ശിയിൽ ഔട്ട്ലെറ്റിൽ. വിറ്റത് 69 ലക്ഷത്തിന്റെ മദ്യം. പെരിന്തൽമണ്ണയിൽ പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് 21കാരെ കൊലപ്പെടുത്തിയത് ആസൂത്രിതമായെന്ന് പോലീസ്. പ്രതി വിനീഷ് എത്തിയത് കൊലപ്പെടുത്തുകയെന്ന ലക്ഷ്യത്തോടെയെന്ന് ദൃശ്യയുടെ പിതാവ് 24നോട്. ദൃശ്യയുടെ വീട്ടിൽ പ്രതിയെ എത്തിച്ച് തെളിവെടുത്തു. ഇടുക്കിയിൽ അയൽവാസികൾ തമ്മിലുള്ള വാക്ക് തർക്കത്തിനിടെ വീട്ടമ്മയുടെ വെട്ടേറ്റ് യുവാവിന്റെ കൈപ്പത്തി അറ്റു. പരിക്കേറ്റത് കരികശ്ശേരിയിൽ മനുവിന്. അയൽവാസി ജോമോൾ ഒളിവിൽ. തസ്തികകൾ വെട്ടിക്കുറയ്ക്കാനൊരുങ്ങി ലക്ഷദ്വീപ് ഭരണകൂടം. ഗ്രാമവികസന വകുപ്പിനെയും DRDAയെയും ലയിപ്പിക്കാൻ ശുപാർശ. വകുപ്പുകൾ ലയിപ്പിക്കുമ്പോൾ ചില തസ്തികകൾ അനിവാര്യമല്ലാതാകുമെന്ന് സമിതി. DRDAയിലെ പ്രൊജക്ട് ഓഫീസർമാരടക്കം 35ഓളം തസ്തികകളാണ് ഭാവിയിൽ ഒഴിവാക്കാൻ ശുപാർശയുള്ളത്. കരാർ ജീവനക്കാരെ പിരിച്ചുവിട്ടതിനെതിരെ ലക്ഷദ്വീപിൽ ജനകീയ പ്രതിഷേധം. കൃഷിവകുപ്പിൽ 85% ജീവനക്കാരെ മറ്റു വകുപ്പുകളിലേക്ക് മാറ്റി നിയമിക്കാൻ നീക്കം. കാർഷിക മേഖലയിലെ പ്രവർത്തനം അവതാളത്തിലാക്കുന്ന നടപടിയെന്ന് ജീവനക്കാർ. ലക്ഷദ്വീപ് വിഷയത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം തുടരുമെന്ന് മുസ്ലിം ലീഗ്. ലീഗിലെ നിയമപരിഷ്കരണം രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്ന് ലീഗ് നേതൃത്വം. കുട്ടനാട്ടിലെ കാർഷിക കലണ്ടർ വിദഗ്ധ സമിതിയാണ് തയ്യാറാക്കിയതെന്ന് മന്ത്രി P. പ്രസാദ്. കുട്ടനാട്ടിലെ പ്രശ്നങ്ങൾ സമഗ്രമായി പഠിച്ചാണ് കലണ്ടർ തയ്യാറാക്കിയത്. പച്ചക്കറികളിലെ വിഷാംശം പരിശോധിക്കാനായി കൂടുതൽ പദ്ധതികൾ തയ്യാറാക്കുമെന്നും കൃഷിമന്ത്രി. കൊച്ചിയിൽ ഓൺലൈൻ ഗെയിം കളിച്ച 9ാം ക്ലാസ് വിദ്യാർത്ഥി നഷ്ടപ്പെടുത്തിയത് 3 ലക്ഷത്തോളം രൂപ. കുട്ടിയുടെ അമ്മയുടെ അക്കൗണ്ടിൽ നിന്നും പണം നഷ്ടമായി. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ച് പോലീസ്.
പത്തനംതിട്ടയിൽ കാട്ടുപന്നികളിൽ പന്നിപ്പനി. കോന്നി കല്ലേലിയിൽ ചത്തുവീണ പന്നികളിലാണ് വൈറസ് സാന്നിധ്യം കണ്ടെത്തിയത്. രോഗം മനുഷ്യരിലേക്ക് പകരില്ലെന്നും ആശങ്ക വേണ്ടെന്നും വനം വകുപ്പ്. കോവിഡ് രണ്ടാം തരംഗം ഗർഭിണികളിൽ ഗുരുതരമായെന്ന് പഠനം. ഒന്നാം തരംഗത്തിൽ 14.2% വ്യാപന നിരക്ക്. രണ്ടാം തരംഗത്തിൽ 28.7% ഉയർന്നെന്ന് ICMR. ലോക്ഡൌൺ നേരത്തെ തുടങ്ങിയിരുന്നുവെങ്കിൽ രണ്ടാം തരംഗം ഇത്ര ഭീകരമാവില്ലായിരുന്നുവെന്ന് IMA. മൂന്നാം തരംഗത്തെ നേരിടാൻ യുദ്ധകാലാടിസ്ഥാനത്തിൽ എല്ലാവരിലും ഒരു ഡോസ് വാക്സിനെങ്കിലും എത്തിക്കണമെന്നും IMA. ഓക്സിജൻ വില വർധന ആശുപത്രികളുടെ നടത്തിപ്പിനെ സാരമായി ബാധിക്കുന്നുവെന്ന് സ്വകാര്യ ആശുപത്രികൾ ഹൈക്കോടതിയിൽ. ചികിത്സാ നിരക്ക് ഏകീകരണ ഉത്തരവിൽ ഓക്സിജനും ഉൾപ്പെടുത്തിയതിനാൽ രോഗികളിൽ നിന്നും അധിക നിരക്ക് ഈടാക്കാനാകില്ല. അടിയന്തരമായി ഇടപെടണമെന്നും ആവശ്യം. ആരോഗ്യ സർവകലാശാല പരീക്ഷകൾ 21 മുതൽ. ക്രമീകരണങ്ങൾ പൂർത്തിയായെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. 34ഓളം പരീക്ഷകളുടെ വിവരങ്ങൾ സർവകലാശാല വെബ്സൈറ്റിൽ. സംസ്ഥാനത്ത് റാങ്ക് ലിസ്റ്റുകൾ നിലവിലുള്ള തസ്തികകളിൽ നിയമനം വേഗത്തിലാക്കാൻ സർക്കാർ നിർദ്ദേശം. കോടതികളിലെ ഇടക്കാല ഉത്തരവുകളും സീനിയോറിറ്റി തർക്കവും കാരണം നിയമനം തടസ്സപ്പെടുന്നത് ഒഴിവാക്കുക ലക്ഷ്യം. കൊടകര കള്ളപ്പണ കവർച്ചാ കേസിൽ രേഖകളുടെ പകർപ്പ് ഹാജരാക്കി ധർമ്മരാജൻ. സപ്ലൈകോയിലെ വിതരണക്കാരനായതിന്റെ രേഖകൾ ഹാജരാക്കി. ഒറിജിനൽ രേഖ ഹാജരാക്കാൻ അന്വേഷണ സംഘത്തിന്റെ നിർദ്ദേശം. അവസാന വർഷ മെഡിക്കൽ PG പരീക്ഷ മാറ്റിവെക്കണമെന്ന ആവശ്യം തള്ളി സുപ്രീം കോടതി. പല സർവകലാശാലകളും പരീക്ഷാ തീയതി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പൊതു ഉത്തരവിടാൻ കഴിയില്ലെന്ന് ജസ്റ്റിസ് ഇന്ദിരാ ബാനർജി അധ്യക്ഷയായ ബെഞ്ച്. നെന്മാറയിൽ 10 വർഷം യുവതിയെ ഒളിവിൽ പാർപ്പിച്ച സംഭവത്തെക്കുറിച്ച് മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷിക്കും. അന്വേഷണ വിഭാഗം തലവൻ ടോമിൻ ജെ തച്ചങ്കരിക്ക് അന്വേഷണ ചുമതല. ഇന്ധനവില ഇന്നും കൂട്ടി. പെട്രോളിന് 27 പൈസയും ഡീസലിന് 30 പൈസയും വർദ്ധിപ്പിച്ചു. ഈ മാസം ഇന്ധനവില വർദ്ധിപ്പിച്ചത് 10ാം തവണ. കൊച്ചിയിൽ ഇന്നത്തെ പെട്രോൾ വില 97 രൂപ 3 പൈസ. സംസ്ഥാനത്ത് ഇന്നും നാളെയും ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 11 ജില്ലകളിൽ യെല്ലോ അലർട്ട്. കേരള തീരത്ത് ശക്തമായ കാറ്റിനും തിരമാലയ്ക്കും സാധ്യതയെന്ന് മുന്നറിയിപ്പ്. ഉത്തർപ്രദേശിൽ ജയിലിലായ മലയാളി മാധ്യമ പ്രവർത്തകൻ സിദ്ദീഖ് കാപ്പിന്റെ മാതാവ് ഖദീജക്കുട്ടി അന്തരിച്ചു. 90 വയസ്സായിരുന്നു. മലപ്പുറം വേങ്ങരയിലെ വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം. പോലീസ് സ്റ്റേഷൻ പരിസരത്ത് സൂക്ഷിക്കുന്ന വാഹനങ്ങൾ ഉടൻ നീക്കം ചെയ്യാൻ DGPയുടെ നിർദ്ദേശം. നിയമപ്രകാരമുള്ള നടപടിയെടുത്ത ശേഷം വാഹനങ്ങൾ ഉടൻ വിട്ടുകൊടുക്കാൻ നടപടി സ്വീകരിക്കണമെന്നും DGP. ദേശീയവാർത്തകൾ. രാജ്യത്ത് കോവിഡ് രണ്ടാം തരംഗം അടങ്ങുന്നു. 24 മണിക്കൂറിടെ 62,480 പുതിയ രോഗികളും 1,587 മരണവും. 96% കടന്ന് രോഗമുക്തി നിരക്ക്. ട്വിറ്ററിന്റെ വിശ്വാസ്യത നഷ്ടപ്പെട്ടതായി കേന്ദ്ര സർക്കാർ. കോൺഗ്രസ് ടൂൾ കിറ്റ് കേസിൽ ട്വിറ്റർ സ്വീകരിച്ചത് വിശ്വാസ്യതയില്ലാത്ത നടപടികളെന്നും കേന്ദ്രത്തിന്റെ വിമർശനം. കേന്ദ്ര സർക്കാരുമായുള്ള ഏറ്റുമുട്ടലിനിടെ ട്വിറ്റർ ഇന്ത്യ മേധാവിക്ക് ഗാസിയാബാദ് പോലീസിന്റെ നോട്ടീസ്. നടപടി വൃദ്ധൻ ആക്രമിക്കപ്പെട്ട ദൃശ്യങ്ങൾ പങ്കുവച്ചതിന്. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്റർ ഇടപാടിലെ മുഖ്യ ഇടനിലക്കാരൻ ക്രിസ്റ്റ്യൻ മിഷേലിന്റെ ജാമ്യാപേക്ഷ തള്ളി. പ്രത്യേക കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത്. CBIയും EDയും രജിസ്റ്റർ ചെയ്ത കേസുകളിലാണ് മിഷേൽ ജാമ്യാപേക്ഷ നൽകിയത്. JNU വിദ്യാർത്ഥികൾക്ക് ജാമ്യം അനുവദിച്ച ഡൽഹി ഹൈക്കോടതി ഉത്തരവിന് സ്റ്റേയില്ല. ഡൽഹി പോലീസിന്റെ ആവശ്യം സുപ്രീം കോടതി തള്ളി. നന്ദിഗ്രാമിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം ചോദ്യം ചെയ്ത ഹർജി ജസ്റ്റിസ് കൗശിക് ചന്ദ്രയുടെ ബെഞ്ചിൽ നിന്ന് മാറ്റണമെന്ന് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. അഭിഭാഷകൻ മുഖേന കൽക്കട്ട ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് രാജേഷ് മിണ്ടലിന് കത്തയച്ചു. പശ്ചിമ ബംഗാളിലെ തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെയുണ്ടായ അക്രമങ്ങളിലെ പൊതു താൽപര്യ ഹർജികൾ പരിഗണിക്കുന്ന ബെഞ്ചിൽ നിന്ന് ജസ്റ്റിസ് ഇന്ദിരാ ബാനർജി പിന്മാറി. വാദം കേൾക്കുന്നതിൽ ചില ബുദ്ധിമുട്ടുകളുണ്ടെന്ന് ജസ്റ്റിസ് ഇന്ദിരാ ബാനർജി. ഹർജികൾ സുപ്രീം കോടതിയുടെ പുതിയ ബെഞ്ച് പരിഗണിക്കും. കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയുമായും കൂടിക്കാഴ്ച നടത്തി തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. ഡൽഹിയിലെത്തിയ MK സ്റ്റാലിൻ ഇന്നലെ പ്രധാനമന്ത്രിയുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സംസ്ഥാനത്ത് മുൻ നിശ്ചയിച്ച പ്രകാരം തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഗോവ മുഖ്യമന്ത്രി. തീരുമാനമെടുക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്നും പ്രമോദ് സാവന്ത്. മുകുൾ റോയിയെ MLA സ്ഥാനത്ത് നിന്നും അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ട് പശ്ചിമബംഗാൾ സ്പീക്കർക്ക് കത്ത് നൽകി സുവേന്ദു അധികാരി. കൂറുമാറ്റ നിയമം അനുസരിച്ചാണ് കത്ത്. നടപടി BJP വിട്ട് മുകുൾ റോയ് തൃണമൂൽ കോൺഗ്രസിൽ തിരികെയെത്തിയ പശ്ചാത്തലത്തിൽ. ഭാരത് ബയോടെക്കും ലോകാരോഗ്യ സംഘടനയും തമ്മിലുള്ള ചർച്ച ഈ മാസം 23-ന്. കോവാക്സിനെ അടിയന്തര ഉപയോഗ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നാണ് ആവശ്യം.
ആന്ധ്രാപ്രദേശിൽ ലോക്ഡൌൺ ഈ മാസം 30 വരെ നീട്ടി. തീരുമാനം കോവിഡ് സാഹചര്യം വിലയിരുത്താൻ ചേർന്ന ഉന്നതതല യോഗത്തിൽ. സംസ്ഥാനത്ത് 24 മണിക്കൂറിൽ റിപ്പോർട്ട് ചെയ്തത് 6151 കോവിഡ് കേസുകൾ. ഇന്ത്യയുടെ രണ്ടാമത്തെ തദ്ദേശീയ വാക്സിനായ സൈക്കോ ഡിക്ക് അടിയന്തര ഉപയോഗത്തിനായി അനുമതി തേടും. DCGIക്ക് ഉടൻ അപേക്ഷ നൽകും. സൈക്കോ ഡിയുടെ 3ാം ഘട്ട ക്ലിനിക്കൽ ട്രയൽ പൂർത്തിയായി. ഗുജറാത്തിലെ കച്ചിൽ ഭൂകമ്പം. റിക്ടർ സ്കെയിലിൽ 4.2 തീവ്രത രേഖപ്പെടുത്തി. ഭജൌ നഗരത്തിൽ നിന്നും 11 കിലോമീറ്റർ അകലെയാണ് പ്രഭവ കേന്ദ്രം. IPS ഉദ്യോഗസ്ഥയെ DGP പീഡിപ്പിച്ചെന്ന കേസിൽ 6 ആഴ്ചക്കകം അന്വേഷണം പൂർത്തിയാക്കണമെന്ന് ഹൈക്കോടതി. മദ്രാസ് ഹൈക്കോടതിയാണ് നിർദ്ദേശം നൽകിയത്. നടപടി അന്വേഷണം നീളുന്നുവെന്ന IPS ഉദ്യോഗസ്ഥയുടെ ഹർജിയിൽ. LJP തർക്കത്തിൽ ചിരാഗ് പാസ്വാൻ വിഭാഗം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ടു. 2019 5 വർഷത്തേക്കാണ് തന്നെ പാർട്ടി അധ്യക്ഷനായി തെരഞ്ഞെടുത്തതെന്ന് ചിരാഗ് പാസ്വാൻ. LJPയുടെ പേരിൽ മറ്റാരെങ്കിലും അവകാശവാദം ഉന്നയിച്ചാൽ തെളിവ് നൽകാൻ ആദ്യം അവസരം നൽകുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉറപ്പു നൽകിയതായി ചിരാഗ് പാസ്വാൻ. നോക്കാം അന്താരാഷ്ട്ര വാർത്തകൾ. പലസ്തീന് 10 ലക്ഷം കോവിഡ് വാക്സിൻ ഉടൻ നൽകുമെന്ന് ഇസ്രയേൽ. കാലാവധി അവസാനിക്കാറായ ഫൈസർ വാക്സിനാണ് പലസ്തീന് നൽകുക. ഇറാനിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നു. പ്രാദേശിക സമയം പുലർച്ചെ 7-ന് ആരംഭിച്ച വോട്ടെടുപ്പ് അർദ്ധരാത്രി വരെ തുടരും. തീവ്ര നിലപാടുകാരനായ ഇബ്രാഹിം റൌസിയും മിതവാദി നേതാവ് അബ്ദുൽ നസീർ ഹിമ്മത്തിയും തമ്മിലാണ് പ്രധാന മത്സരം. നൈജീരിയയിൽ 80 വിദ്യാർത്ഥികളെയും 5 അധ്യാപകരെയും ഭീകരർ തട്ടിക്കൊണ്ടുപോയി. സംഭവം വടക്കു പടിഞ്ഞാറൻ സംസ്ഥാനമായ കെമ്പിയിലെ സ്കൂളിൽ. ആക്രമണം തടയാൻ ശ്രമിച്ച പോലീസുകാരനെ ഭീകരർ വെടിവെച്ചു കൊന്നു. ലോകത്തിലെ ഏറ്റവും വലിയ 3ാമത്തെ വജ്രം ബോട്സ്വാനയിൽ നിന്ന് കണ്ടെത്തി. 1908 ക്യാരറ്റ് വജ്രമാണ് കണ്ടെത്തിയത്. ആഫ്രിക്കയിലെ ഏറ്റവും വലിയ വജ്ര ഉൽപാദക രാജ്യമാണ് ബോട്സ്വാന. മോസ്കോയിലെ കോവിഡ് കേസുകളിൽ 90% ഡെൽറ്റ വകഭേദത്തിൽ ഉൾപ്പെട്ടതെന്ന് മോസ്കോ മേയർ. രാജ്യത്ത് 24 മണിക്കൂറിൽ റിപ്പോർട്ട് ചെയ്തത് 9056 പോസിറ്റീവ് കേസുകൾ. അമേരിക്കയുടെ തെക്കു പടിഞ്ഞാറൻ മേഖലകളിൽ താപനില ഉയരുന്നു. ഉഷ്ണതരംഗത്തെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് കാലിഫോർണിയ, അരിസോണ, നെവാഡ, യൂട്ട എന്നിവിടങ്ങളിലും കൂടിയ താപനില. ഡെൽറ്റ വ്യാപനാശങ്കയിൽ ഇന്തോനേഷ്യ. രാജ്യത്ത് അതിവേഗത്തിൽ വ്യാപിക്കുന്നത് ഡെൽറ്റ വകഭേദമെന്ന മുന്നറിയിപ്പുമായി ആരോഗ്യ വിദഗ്ധർ. പ്രതിദിന കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ആവശ്യമെന്ന് ആരോഗ്യ മന്ത്രാലയം. സ്പോർട്സ്. യൂറോ കപ്പ് മത്സരത്തിനിടെ ഹൃദയാഘാതമുണ്ടായ ക്രിസ്റ്റ്യൻ എറിക്സൺ ആശുപത്രി വിട്ടു. ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് ശേഷമാണ് താരം ആശുപത്രി വിട്ടത്. ശസ്ത്രക്രിയ വിജയകരമായിരുന്നുവെന്ന് ഡെൻമാർക്ക് ടീം ഡോക്ടർ. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിന്റെ 1ാം ദിനം മഴ മൂലം ഉപേക്ഷിച്ചു. മഴ തോർന്നെങ്കിലും ഔട്ട്ഫീൽഡിലെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഫൈനൽ മത്സരത്തിന്റെ ടോസ് നാളെ നടക്കും. യൂറോ കപ്പിൽ ഇറ്റലിക്ക് പിന്നാലെ നെതർലൻഡ്സും ബെൽജിയവും പ്രീ ക്വാർട്ടറിൽ. തുടർച്ചയായ 2ാം ജയത്തോടെയാണ് ഇരു ടീമുകളും നോക്കൌട്ട് റൗണ്ടിൽ കടന്നത്. നോർത്ത് മാസ്ഡോണിയെ തോൽപ്പിച്ച് യുക്രൈൻ നോക്കൌട്ട് സാധ്യത നിലനിർത്തി. യൂറോ കപ്പിൽ സ്ലോവാക്യക്കെതിരെ സ്വീഡന് ജയം. ഏകപക്ഷീയമായ 1 ഗോളിനാണ് സ്വീഡന്റെ ജയം. 2ാം മത്സരത്തിൽ ക്രൊയേഷ്യ ചെക്ക് റിപ്പബ്ലിക്കുമായി ഏറ്റുമുട്ടുന്നു. അയർലൻഡ് ക്രിക്കറ്റ് താരം കെവിൻ ഒബ്രൈൻ ഏകദിന ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. അയർലൻഡിനായി 153 മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. കോപ്പ അമേരിക്കയിൽ ആദ്യ ജയം തേടി അർജന്റീന നാളെ ഉറുഗ്വായി നേരിടും. മത്സരം രാവിലെ 5:30. പരിക്കിൽ നിന്ന് മുക്തനായ ക്രിസ്ത്യൻ റൊമേറോ അർജന്റീൻ ടീമിൽ മടങ്ങിയെത്തും. പുലർച്ചെ 2:30 നടക്കുന്ന മത്സരത്തിൽ ചിലെ ബൊളീവിയയെ നേരിടും. ഇംഗ്ലീഷ് ഫുൾ ബാക്കായി ആഷ്ലി യങ് ആസ്റ്റൺ വില്ലയിൽ തിരികെയെത്തി. കരാർ പുതുക്കാനുള്ള ഇന്റർ മിലാന്റെ ഓഫർ നിരസിച്ചു. ആസ്റ്റൺ വില്ലയുമായി 1 വർഷത്തെ കരാറിൽ ഒപ്പുവെച്ചു. നോക്കാം ജില്ലാ വാർത്തകൾ. കോവിഡ് കാലത്ത് ദുരിതമനുഭവിക്കുന്നവർക്ക് സഹായവുമായി മീനാങ്കൽ അനുഗ്രഹ ഗ്രന്ഥശാല സാംസ്കാരിക നിലയം. ഭക്ഷണ കിറ്റുകളും പഠന സാമഗ്രികളും വിതരണം ചെയ്തു. വിതരണോദ്ഘാടനം നിർവഹിച്ച് അരുവിക്കര MLA അഡ്വക്കേറ്റ് G. സ്റ്റീഫൻ. 17ാമത് P. കേശവദേവ് പുരസ്കാരം സമ്മാനിച്ചു. പുരസ്കാരം മുതിർന്ന മാധ്യമപ്രവർത്തകൻ തോമസ് ജേക്കബ് ഏറ്റുവാങ്ങി. തിരുവനന്തപുരം ജില്ലയിൽ 1000 ലിറ്റർ കോട പിടിച്ചെടുത്തു. കേസിൽ മുങ്കോട് സ്വദേശി സുരേന്ദ്രൻ അറസ്റ്റിൽ. കാട്ടാക്കട റേഞ്ച് പ്രിവന്റീവ് ഓഫീസർ V. ഗിരീഷിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. പത്തനംതിട്ട കോന്നി നിയോജക മണ്ഡലത്തിലെ എഡ്യൂക്കെയർ പദ്ധതിയിലേക്ക് സഹായവുമായി നെയിൽ ആൻഡ് ബ്ലൂ ഹിൽ ഗ്രൂപ്പ്. 55 വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. 40 മൊബൈൽ ഫോണുകളും 15 LED ടിവികളും നെയിൽ ആൻഡ് ബ്ലൂ ഹിൽ ഗ്രൂപ്പിന് വേണ്ടി ഷിബു P. സാം MLA KU ജനീഷ് കുമാറിന് കൈമാറി. ബന്ധുക്കൾ പണം തട്ടിയെന്ന പരാതിയുമായി കുമരകത്തെ പരിസ്ഥിതി സംരക്ഷകൻ രാജപ്പൻ. സഹോദരിയും കുടുംബവും 5 ലക്ഷം രൂപ തട്ടിയെടുത്തെന്ന് കോട്ടയം SP പരാതി. പണം രാജപ്പന് തന്നെ നൽകിയെന്നും ആരോപണം രാഷ്ട്രീയ പ്രേരിതമെന്നും സഹോദരി വിലാസിനിയുടെ മകൻ.
കോട്ടയം കോതനല്ലൂരിൽ ട്രെയിനടിയിൽ കയറി കിടന്ന യുവാവിന്റെ പരാക്രമം. മാനസികഭ്രാന്തിയുള്ള പാറമ്പുഴ സ്വദേശിയാണ് അതിക്രമം കാണിച്ചത്. ഫയർഫോഴ്സ് എത്തി യുവാവിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ഇന്ധനവില വർധനവിനെതിരെ പ്രതിഷേധവുമായി ഓൾ കേരള പാക്കേജ് ഡ്രിങ്കിംഗ് വാട്ടർ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ പ്രതിഷേധ സൂചകമായി വണ്ടി കെട്ടിവലിച്ച് പ്രതിഷേധം നടത്തി. സംഘടനാ നേതാക്കളായ അഡ്വക്കേറ്റ് മുജീർ റഹ്മാൻ, ഷിജാസ് മാറ്റൂർ എന്നിവർ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. എറണാകുളം ജില്ലയിൽ നിരവധി കേസുകളിൽ പ്രതിയായ കുറ്റവാളിയെ കാപ്പ ചുമത്തി ജയിലിലടച്ചു. അറസ്റ്റിലായത് അയ്യമ്പുഴ സ്വദേശി സോമി. ഓപ്പറേഷൻ ഡാർഖണ്ഡിന്റെ ഭാഗമായാണ് നടപടി. ആരോഗ്യ പ്രവർത്തകർക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾക്കെതിരെ IMA നടത്തുന്ന പ്രതിഷേധത്തിന് ഐക്യദാർഢ്യവുമായി KGM-CTA. മെഡിക്കൽ കോളേജ് അധ്യാപകരുടെ സംഘടനയായ KGM-CTA പ്രതിഷേധ ദിനം ആചരിച്ചു. BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനെ കള്ളക്കേസിൽ കുടുക്കാൻ ശ്രമിക്കുന്നുവെന്നാരോപിച്ച് സത്യാഗ്രഹ സമരം. കളമശ്ശേരി വില്ലേജ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ച് BJP കളമശ്ശേരി നിയോജക മണ്ഡലം കമ്മിറ്റി. തൃശൂർ ജില്ലയിൽ 972 പേർക്ക് കൂടി കോവിഡ്. 967 പേർക്കും രോഗബാധ സമ്പർക്കത്തിലൂടെ. ജില്ലയിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 12.95%. തൃശൂരിൽ മദ്യപാനത്തിനിടെയുണ്ടായ വാക്ക് തർക്കത്തിൽ യുവാവ് കുത്തേറ്റ് മരിച്ചു. മരിച്ചത് കാറളം സ്വദേശി ശരത്. 2 പ്രതികൾ കാട്ടൂർ പോലീസിന്റെ പിടിയിലായതായി സൂചന. നവീകരണം പൂർത്തിയായ പട്ടാമ്പി കൊടലൂരിലുള്ള പെരിക്കാട്ടുകുളത്തിൽ ജലസംഭരണം തുടങ്ങി. നീർത്തടം നവീകരിച്ചത് ഹരിത കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി. 1,40,00,000 രൂപ ചെലവിൽ. പാലക്കാട് ജില്ലയിൽ 1020 പേർക്ക് കൂടി കോവിഡ്. 715 പേർക്ക് രോഗബാധ സമ്പർക്കത്തിലൂടെ. 1505 പേർക്ക് ജില്ലയിൽ ഇന്ന് രോഗമുക്തി. പാലക്കാട് ജില്ലയിലെ മരുത റോഡ് പഞ്ചായത്തിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. അവശ്യവസ്തുക്കൾ വിൽക്കുന്ന വ്യാപാര സ്ഥാപനങ്ങൾ ദിവസവും ഉച്ചയ്ക്ക് 2 വരെയും മറ്റ് വ്യാപാര സ്ഥാപനങ്ങൾ വെള്ളിയാഴ്ചകളിൽ മാത്രവും പ്രവർത്തിക്കും. തീരുമാനം പഞ്ചായത്ത്, പോലീസ്, ആരോഗ്യ വിഭാഗം, വ്യാപാരികൾ എന്നിവരുടെ സംയുക്ത യോഗത്തിൽ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി ചിറ്റൂർ ബ്ലോക്കിലെ CDS പ്രവർത്തകരും ജനകീയ ഹോട്ടൽ സംരംഭകരും. സംഭാവനയായി 25,000 രൂപ നൽകി. വൈദ്യുതി മന്ത്രി K. കൃഷ്ണൻകുട്ടി തുക ഏറ്റുവാങ്ങി. ലക്ഷദ്വീപ് സമൂഹത്തിന് നേരെയുള്ള നീതി നിഷേധത്തിനെതിരെ അഷ്റഫ് കൂട്ടായ്മയുടെ പ്രതിഷേധം. വള്ളിക്കുന്ന് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. പ്രതിഷേധ പരിപാടി അഷ്റഫ് കൂട്ടായ്മ സംസ്ഥാന പ്രസിഡന്റ് അഷ്റഫ് കളത്തിങ്കൽ പാറ ഉദ്ഘാടനം ചെയ്തു. മഞ്ചേരി മെഡിക്കൽ കോളേജിലെ മുഴുവൻ ഒപ്പികളും പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യമായി മുസ്ലിം ജമാഅത്ത് മഞ്ചേരി സോൺ കമ്മിറ്റി ആവശ്യമുന്നയിച്ച് നിൽപ്പ് സമരം നടത്തി. മലപ്പുറം കുറ്റിപ്പുറത്തിനടുത്ത് നടുവട്ടത്ത് ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീ കൊല്ലപ്പെട്ട നിലയിൽ. 65 വയസ്സുള്ള കുഞ്ഞിപ്പാത്തുമ്മയാണ് മരിച്ചത്. തലക്കടിയേറ്റതാണ് മരണകാരണമെന്ന് സൂചന. ഇന്ധനവില വർധനവിനെതിരെ പ്രതിഷേധവുമായി ജനതാദൾ കൊയിലാണ്ടി നിയോജക മണ്ഡലം കമ്മിറ്റി. പ്രതിഷേധ സൂചകമായി കൊയിലാണ്ടി പോസ്റ്റ് ഓഫീസിന് മുൻപിൽ ധർണ നടത്തി. ജനതാദൾ നേതാവ് PK കബീർ ഉദ്ഘാടനം ചെയ്തു. മരമുറിക്കലിനെതിരെ പ്രതിഷേധവുമായി കോൺഗ്രസ്. കോഴിക്കോട് പനങ്ങാട് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൃക്ഷത്തൈകൾ നട്ട് പ്രതിഷേധം നടത്തി. പൊതുശ്മശാന ഭൂമിയിൽ 50ഓളം പ്ലാവിൻ തൈകളാണ് പ്രവർത്തകർ നട്ടത്. കോഴിക്കോട് ജില്ലയിലെ നിർധനരായ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ഉപകരണങ്ങൾ നൽകിയത് യൂത്ത് കെയർ പേരാമ്പ്രയും അധ്യാപക സംഘടനയായ KPSTയും സംയുക്തമായി. പദ്ധതിയുടെ ഉദ്ഘാടനം K. മുരളീധരൻ MP നിർവഹിച്ചു. ഇന്ധനവില വർധനവിനെതിരെ പ്രതിഷേധവുമായി INTUC മോട്ടോർ ഫെഡറേഷൻ. പ്രതിഷേധ സൂചകമായി മാനന്തവാടി പോസ്റ്റ് ഓഫീസിന് മുൻപിൽ നിൽപ്പ് സമരം സംഘടിപ്പിച്ചു. സമരം സംഘടനാ നേതാവ് TA റെജി ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ കോർപ്പറേഷന് മുന്നിൽ ധർണയുമായി LDF പ്രവർത്തകർ. പ്രതിഷേധം പയ്യാമ്പലത്ത്. മൃതശരീരാവശിഷ്ടങ്ങൾ കടപ്പുറത്ത് തള്ളിയതിനെതിരെ ധർണ ഉദ്ഘാടനം ചെയ്ത CPIM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ. കണ്ണൂർ കോർപ്പറേഷനിലെ പുനരധിവാസ ക്യാമ്പിലുള്ളവരെ വിവിധ കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. പുനരധിവസിപ്പിച്ചത് 19 പേരെ. ടൗൺ ഹാളിൽ ക്യാമ്പ് തുടങ്ങിയത് തെരുവിൽ അലഞ്ഞു തിരിയുന്നവർക്കായി. കണ്ണൂരിൽ പ്രായപൂർത്തിയാകാത്ത ആദിവാസി പെൺകുട്ടിയുടെ മരണത്തിൽ യുവാവ് അറസ്റ്റിൽ. പിടിയിലായത് മാങ്ങാട്ടിടം സ്വദേശി ജിതിൻ. സ്വകാര്യ ബസ്സിലെ കണ്ടക്ടറാണ്. ഇന്ധനവില വർധനവിനെതിരെ കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ കാസർഗോഡ് ബ്രാഞ്ച് കമ്മിറ്റിയുടെ പ്രതിഷേധം. ഉന്തുവണ്ടിയിൽ സ്കൂട്ടർ കെട്ടിവലിച്ചായിരുന്നു പ്രതിഷേധം. സംസ്ഥാന കൃഷിവകുപ്പ് നടപ്പിലാക്കുന്ന ഓണത്തിന് ഒരുമുറം പച്ചക്കറി പദ്ധതിയുടെ കാസർഗോഡ് ബ്ലോക്ക് തല ഉദ്ഘാടനം നടന്നു. പദ്ധതിയുടെ ഉദ്ഘാടനം MLA NA നെല്ലിക്കുന്ന് നിർവഹിച്ചു. കാസർഗോഡ് കാഞ്ഞങ്ങാട് ചന്ദ്രഗിരി റോഡിൽ കുഴികളടയ്ക്കുന്ന ജോലികൾ തുടങ്ങി. ഇന്റർലോക്ക് കട്ടകൾ വിരിക്കുന്നു. മഴ തുടങ്ങിയതോടെ റോഡിലെ കുഴികളിൽ വെള്ളം നിറഞ്ഞ അപകടം പതിവായിരുന്നു. കാസർഗോഡ് പൊയിനാച്ചി മാണിമൂല റോഡ് ടാറിംഗ് പൂർത്തിയാക്കണമെന്ന ആവശ്യം. ബന്ദുടുക്ക തപാൽ ഓഫീസിന് സമീപത്തെ റോഡിൽ ചെളി നിറഞ്ഞതിനാൽ വാഹനയാത്ര ദുഷ്കരം. ദേശീയപാതയെ കർണാടകവുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡാണ് ഇത്.
വമ്പൻ റിലീസിനൊരുങ്ങി പ്രിയദർശൻ മോഹൻലാൽ ചിത്രം മറയ്ക്കാർ അറബിക്കടലിന്റെ സിംഹം. ഓഗസ്റ്റ് 12 റിലീസ് പ്രഖ്യാപിച്ച് മോഹൻലാൽ. ലോകമെമ്പാടുമുള്ള തിയേറ്ററുകൾ റിലീസ് ചെയ്യും. ഈ സമയം മറ്റ് ചിത്രങ്ങൾ പ്രദർശനത്തിന് ഉണ്ടാകില്ല. അരുൺ വിജയ് നായകനാകുന്ന തമിഴ് ചിത്രം ബോർഡർ OTT റിലീസിന്. അറിവഴകൻ വികടാചലം സംവിധാനം ചെയ്ത ചിത്രത്തിൽ സ്റ്റെഫി പട്ടേൽ, റജിന കസാന്ദ്ര എന്നിവർ പ്രധാന വേഷങ്ങളിൽ. இதுவரைக்கும் இந்த கேஸ்ல எந்த விதமான ரிப்போர்ட்டும் உங்கள்கிட்ட இருந்து வரல. இப்போ என்ன பண்ண போறீங்க? ഇന്ധനവില വർധനവിൽ പ്രതിഷേധിച്ച് ബംഗളൂരുവിൽ പെട്രോൾ പമ്പ് ജനങ്ങൾ ആക്രമിച്ചെന്ന് വ്യാജ പ്രചാരണം. യഥാർത്ഥത്തിൽ 2018 ഒഡീഷയിൽ നടന്ന ഒരു പ്രതിഷേധത്തിന്റെ ചിത്രമാണ് തെറ്റായി പ്രചരിപ്പിക്കുന്നത്. ചിത്രത്തിന് ഇന്ധനവില വർധനവുമായി യാതൊരു ബന്ധവുമില്ല. കോവിഡ് വാക്സിൻ എടുത്തവർ അനസ്തേഷ്യ എടുക്കരുതെന്ന് വ്യാജ പ്രചാരണം സത്യാവസ്ഥയിലേക്ക്. കോവിഡിനെതിരായ വാക്സിൻ എടുത്തവർ അനസ്തേഷ്യയ്ക്ക് വിധേയരാകരുതെന്ന തരത്തിൽ വാട്സാപ്പ് വഴി ഒരു വ്യാജ വാർത്ത വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. വാക്സിൻ ഡോസ് സ്വീകരിച്ചവർ അനസ്തേഷ്യയ്ക്ക് വിധേയരായാൽ അത് അവരുടെ ജീവന് തന്നെ ഭീഷണിയാണെന്നാണ് പ്രചാരണം. ദന്തരോഗ ഡോക്ടറുടെ പോലും അനസ്തെറ്റിക് മരുന്ന് ഉപയോഗിക്കരുതെന്ന പ്രചാരണം നിരവധി പേരെയാണ് വാക്സിൻ എടുക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത്. പ്രചരിക്കുന്നത് അടിസ്ഥാനരഹിതമാണെന്ന് കേന്ദ്ര സർക്കാരിന്റെ ഫാക്ട് ചെക്ക് വിഭാഗമായ PIB ഫാക്ട് ചെക്ക് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. വളരെ കുറച്ച് സമയത്തേക്ക് ശരീരത്തിന്റെ പ്രത്യേക ഭാഗത്തെ മരവിപ്പിക്കുന്ന അനസ്തെറ്റിക്കുകൾ വാക്സിൻ എടുത്തവരിൽ പ്രതികൂലമായി ബാധിക്കില്ലെന്ന് മലേഷ്യൻ സൊസൈറ്റി ഓഫ് അനസ്തേഷ്യോളജിസ്റ്റുകളും കോളേജ് ഓഫ് അനസ്തേഷ്യോളജിസ്റ്റുകളും വ്യക്തമാക്കി. നാളെ അറിയാം. സംസ്ഥാനത്ത് നാളെയും മറ്റന്നാളും സമ്പൂർണ്ണ ലോക്ഡൌൺ. അവശ്യ മേഖലകളിലുള്ളവർക്കും ആരോഗ്യ സേവനങ്ങൾക്കും മാത്രം ഇളവ്. 2 ദിവസവും KSRTC അവശ്യ സർവീസുകൾ നടത്തും. പാലക്കാട് ജില്ലയിലെ മംഗലം ഡാം നാളെ രാവിലെ 9 മണിക്ക് തുറക്കും. നടപടി ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ. ചെറുകുന്നപ്പുഴയുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ്. പാലക്കാട് ജില്ലയിൽ നാളെ 6 കേന്ദ്രങ്ങളിൽ സൗജന്യ RT-PCR പരിശോധന. രാവിലെ 9:30 മുതൽ വൈകിട്ട് 4 വരെയാണ് പരിശോധന. ഡൽഹി വിമാനത്താവളത്തിലെ രാജ്യാന്തര ടെർമിനലിന് മുന്നിൽ നാളെയും താൽക്കാലിക നിയന്ത്രണം. യാത്രക്കാരെ ഇറക്കുന്നതിനും കയറ്റുന്നതിനും വൈകിട്ട് 4 മുതൽ 7 വരെ നിയന്ത്രണം ഏർപ്പെടുത്തും.